ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ നവംബർ 2-ാം തീയതിയും മരിച്ചവരുടെ ആത്മാവിനായി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ആത്മാക്കളുടെ ദിനം അഥവാ ഓൾ സോൾസ് ഡേ. മരണപ്പെട്ട നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഓർക്കാനും അവരുടെ ആത്മാവിന് സമാധാനം പ്രാപിക്കാനുമുള്ള വിശുദ്ധ ദിനം. ഈ ദിനത്തിന്റെ തുടക്കം ക്രിസ്ത്യൻ സഭയുടെ പുരാതന കാലത്തേക്ക് പോകുന്നു. 10-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ സെന്റ് ഡോഡിലോ എന്ന പുരോഹിതൻ മരണപ്പെട്ടവർക്കായി ഒരു പ്രത്യേക ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാനായി. ആ ആശയം വളരെ വേഗം മുഴുവൻ യൂറോപ്പിലേക്കും പടർന്നു. പിന്നീട് അത് റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ആചാരമായി മാറി. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈ ദിനം ചർച്ച് സന്ദർശിച്ച് വിളക്കുകൾ തെളിയിച്ച് കല്ലറകളിൽ പൂക്കൾ അർപ്പിച്ച് ആത്മാവുകൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനകളും പ്രാർത്ഥനകളും നടത്തുന്നു. മരണം അവസാനമല്ലെന്ന് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിച്ചാലും ആത്മാവ് അതിന്റെ യാത്ര തുടരുന്നു എന്ന വിശ്വാസമാണ് ആത്മാക്കളുടെ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ ഈ ദിനം ദുഃഖത്തിന്റെ ദിവസമല്ല, അത് സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും ദിനമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. മരണം നമ്മെ വേർപെടുത്തിയാലും പ്രാർത്ഥന നമ്മെ വീണ്ടും ബന്ധിപ്പിക്കുന്നു. ചില രാജ്യങ്ങളിൽ വിശ്വാസികൾ ശ്മശാനങ്ങളിൽ മെഴുകുതിരികൾ കത്തിച്ച് രാത്രിയോളം അതിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. മെക്സിക്കോയിൽ ഈ ദിവസം മരിച്ചവർക്ക് വേണ്ടി നിറപകിട്ടുള്ള അലങ്കാരങ്ങൾ നൃത്തങ്ങളും ചെയ്യുന്നു. കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും കത്തോലിക്ക സമൂഹങ്ങൾ പള്ളികളിൽ പ്രാർത്ഥന സമ്മേളനങ്ങളും പ്രത്യേക കുർബാനകളും നടത്തുന്നു. ജീവിതം ചെറുതാണെങ്കിലും സ്നേഹവും ഓർമ്മകളും വലുതാണെന്ന് ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാക്കളുടെ ദിനത്തിൽ നമുക്ക് ഒരു നിമിഷം അവരോടൊപ്പം നിൽക്കാം. നമ്മെ സ്നേഹിച്ചു പോയവർക്കായി ഹൃദയം നിറഞ്ഞ ഒരു പ്രാർത്ഥന ചൊല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും കമന്റിൽ നിങ്ങളുടെ അനുഭവം പറയാനും മറക്കരുത്. മറ്റൊരാൾക്കെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാൻ ഈ വീഡിയോ സഹായിക്കട്ടെ.